ലോകം അടക്കി ഭരിച്ച നാലാളുകളിൽ പ്രമുഖനായിരുന്നല്ലോ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും സുലൈമാൻ നബിക്ക് കീഴിലായിരുന്നു ജീവിച്ചിരുന്നത്. ഒരു ദിനം പ്രവാചകൻ തന്റെ പരിവാര സമേതം തീർത്ഥാടനം കഴിഞ്ഞു വരുമ്പോൾ വെള്ളം കിട്ടാത്ത സ്ഥലമെത്തിയാൽ വെള്ളം കണ്ടെത്താൻ അതിൽ വിദഗ്ധനായ ഒരു മരം കൊത്തി കൂടെയുണ്ടായിരുന്നു. വൈമധ്യത്തിലെത്തിയപ്പോൾ മരം കൊത്തിയെ കാണാതെയായി. മറ്റുള്ള പരിവാരങ്ങളൊക്കെ അന്വേഷിച്ചുവെങ്കിലും സുലൈമാൻ നബിക്ക് മരം കൊത്തിയെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കൽ പക്ഷികളെ പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്തായിപ്പോയി, മരം കൊത്തിയെ ഞാൻ കാണുന്നില്ലല്ലോ. അഥവാ അത് ഇവിടെ സന്നിഹിതരാവാത്തവരിൽ പെട്ടുപോയോ? സുലൈമാൻ നബിയോടൊപ്പമുള്ള യാത്രാമധ്യേ തന്റെ ഇണയോടൊപ്പം ചേർന്ന് യമനിലെ സബഉ വർഗത്തിലെ രാജ്ഞി ബിൽക്കീസിന്റെ കൊട്ടാര പൂന്തോട്ടത്തിലാണ് മരം കൊത്തി എത്തിച്ചേർന്നിട്ടുള്ളത്. സൂര്യചന്ദ്രാദികളെ പൂജിക്കുന്ന അജ്ഞത നിറഞ്ഞ സമുദായമായിരുന്നു ബിൽക്കീസിന്റെ സമുദായം. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ചവർ അറിഞ്ഞിരുന്നുവെങ്കിലും തങ്ങളുടെ പൂർവ്വ ആചാര അനുഷ്ഠാനങ്ങൾ ഒഴിവാക്കി വരേണ്ടി വരുമെന്നതിനാൽ അവർ സുലൈമാൻ നബിയുടെ കണ്ണിൽ പെടാതെ ജീവിച്ചിരുന്നു. കാണാതെയായ മരം കൊത്തിയെ കണ്ടെത്താൻ സുലൈമാൻ നബി ഒരു പരുന്തിനെ നിയോഗിച്ചു. ബിൽക്കീസിന്റെ രാജ്യത്ത് നിന്നും മടങ്ങി സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ ലക്ഷ്യം വെച്ചിറങ്ങിയ മരം കൊത്തി പരുന്തിനെ കണ്ടു. മരം കൊത്തിയുടെ തിരോധനത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം ക്രുദ്ധനാണെന്നറിഞ്ഞപ്പോൾ മരം കൊത്തി പേടിച്ചരണ്ടുപോയി. നബിയോട് വിനയപൂർവ്വം പെരുമാറുകയും സബഅ് ഗോത്രത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. മരം കൊത്തി കാര്യങ്ങൾ സവിസ്തരം അവതരിപ്പിച്ചു. നിശ്ചയമായും സബഅ്കാരെ ഭരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടെത്തി. എല്ലാ സാധനങ്ങളിൽ നിന്നും ആവശ്യമായതൊക്കെ അവൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. വമ്പിച്ച ഒരു സിംഹാസനമുണ്ട് അവൾക്ക്. അവളും അവളുടെ ജനതയും അള്ളാഹുവിനെ വിട്ട് സൂര്യന് സുജൂദ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടെത്തിയത്. ഉടൻ സുലൈമാൻ നബി അലൈഹിസ്സലാം ബിൽക്കീസ് രാജ്ഞിയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതി. സന്ദേശവാഹകനായി സുലൈമാൻ നബി പറഞ്ഞയച്ചത് മരം കൊത്തിയെ തന്നെയായിരുന്നു. ബിൽക്കീസിന്റെ മറുപടിയും കൊണ്ടുവരാൻ നബി നിർദ്ദേശിച്ചിരുന്നു. സാരസമ്പൂർണമായ കത്താണ് സുലൈമാൻ നബി അലൈഹിസ്സലാം രാജ്ഞിക്കയച്ചത്. അതിലെ ഉള്ളടക്കം ഇപ്രകാരമാണ്: കരുണാനിധിയും പരമകാരുണ്യകനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്നോട് നിങ്ങൾ അഹങ്കാരം കാണിക്കരുത്. മുസ്ലിങ്ങളായിക്കൊണ്ട് നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക. പ്രസ്തുത ഉള്ളടക്കം ഉള്ള കത്താണ് പ്രവാചകൻ രാജ്ഞിക്ക് എഴുതി വെച്ചത്. ഹുദ്ഹുദ് പക്ഷിയോട് പറഞ്ഞു, എൻ്റെ ഈ കത്തുമായി നീ പോകുക, എന്നിട്ടതവർക്ക് ഇട്ടുകൊടുക്കുക. അനന്തരം നീ അവരിൽ നിന്ന് പിന്മാറി നിൽക്കണം. എന്നിട്ടതവർ പരസ്പരം എന്തു പറയുന്നുവെന്ന് നോക്കുക. കത്ത് ബിൽക്കീസിന്റെ കൊട്ടാരത്തിലെത്തി. രാജ്ഞിയുടെ മടിയിൽ കത്തിട്ട് മരം കൊത്തി അവരുടെ വാക്കുകളും ശ്രവിച്ച് മറ്റൊരിടത്ത് പോയിരുന്നു. തീർത്തും ബിൽക്കീസ് രാജ്ഞി അന്താളിച്ചു പോയി. കത്ത് തന്റെ പ്രധാനികൾക്ക് മുന്നിൽ രാജ്ഞി അവതരിപ്പിച്ചു. അവൾ പറഞ്ഞു, പ്രധാനികളെ, എന്നിലേക്കിതാ ഒരു ആദരണീയമാക്കപ്പെട്ട ഒരു എഴുത്ത് ഇടപെടുക തന്നെ ചെയ്തിരിക്കുന്നു. നിശ്ചയമായും അത് സുലൈമാനിൽ നിന്നുള്ളതാകും. കത്തിന്റെ ഉള്ളടക്കം അറിയിച്ച ശേഷം അവൾ പറഞ്ഞു, നേതാക്കളെ, എന്റെ കാര്യത്തിൽ ഞാൻ എന്തു ചെയ്യണമെന്ന് എനിക്ക് നിങ്ങൾ ഉപദേശം നൽകുക. നിങ്ങൾ എൻ്റെ അടുത്ത് സന്നിഹിതരാവുകയും നിങ്ങളോട് ആലോചിക്കുകയും ചെയ്യുന്നത് വരെ ഒരു കാര്യവും ഞാൻ ഖണ്ഡിതമായി തീരുമാനിക്കാറില്ലല്ലോ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അധികാര ശക്തിയെ വേണ്ടത്ര വിവരമില്ലാത്തത് കൊണ്ടാവാം രാജപ്രതിനിധികൾ അനുരജ്ഞനത്തിന് ശ്രമിക്കേണ്ടതില്ലെന്ന ഭാഷ്യം പ്രകടമാക്കിയത്. അവർ പറഞ്ഞു, നാം നല്ല ശക്തിയും ഘോരമായ സമരവീര്യമുള്ളവരുമാണ്. തീരുമാനം കാണുവാനുള്ള അധികാരം അവിടത്തെ കൈകളിലാണല്ലോ. അതുകൊണ്ട് എന്താണ് കൽപ്പിച്ചരുളേണ്ടതെന്ന് അവിടുന്ന് തന്നെ ചിന്തിച്ചു തീരുമാനിച്ചാലും. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സൈനിക ശക്തിയെയും അധികാര മണ്ഡലങ്ങളെയും നന്നായി അറിയുന്ന രാജ്ഞി അവരെ യുദ്ധോത്സുക്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. അവൾ പറഞ്ഞു, രാജാക്കൾ ഒരു നാട്ടിൽ പ്രവേശിച്ചാൽ അതിനെ അവർ നശിപ്പിക്കുകയും തദ്ദേശത്തുള്ള പ്രതാപശാലികളെ നിന്ദ്യരാക്കുകയും ചെയ്യും. തീർച്ചയാണത്. അങ്ങനെയാണവർ പ്രവർത്തിക്കുക.
സുലൈമാൻ നബിയോട് പോരാടൽ പ്രയാസകരമായ ഒരു കാര്യമാണ്. അത്യാവശ്യമായാൽ നമുക്കത് ചെയ്യുകയും ചെയ്യാം. അതിനു മുമ്പ് നബിയെ പരീക്ഷിക്കാനായി ബുദ്ധിമാനായ ഒരു സംഘത്തെ രാജ്ഞി നബിയുടെ അടുക്കലേക്ക് അയക്കാൻ തീരുമാനിച്ചു. അവൾ സേനാനായകന്മാരോട് പറഞ്ഞു, നിശ്ചയമായും ഞാൻ അവർക്കൊരു സമ്മാനം കൊടുത്തയക്കുകയും എന്നിട്ട് ദൂതന്മാർ എൻ്റെ മറുപടി കൊണ്ട് മടങ്ങി വരുമെന്ന് നോക്കുകയുമാണ്. അവരുടെ അടുക്കൽ 40 സ്വർണ്ണ കട്ടികളും മറ്റു വസ്തുക്കളും സമ്മാനമായി കൊടുത്തയച്ചു. മറഞ്ഞിരുന്ന് ശ്രവിച്ച മരം കുത്തി വാർത്തയുമായി സുലൈമാൻ നബിയുടെ അടുക്കലെത്തി. നിങ്ങൾ നബിയുടെ അടുത്തെത്തിയാൽ അയാൾ വിനയാന്വിതനായി പെരുമാറുന്നുവെങ്കിൽ നിങ്ങൾ അയാളോടും വിനയപൂർവം പെരുമാറുക. കാരണം വിനയം ദൈവദൂതന്മാരുടെ ലക്ഷണമാണ്. മറിച്ച് ഗർജിച്ചാണ് നിങ്ങളോട് പ്രതികരിക്കുന്നതെങ്കിൽ നിങ്ങൾ തിരിച്ചു അതേ പ്രകാരം പ്രതികരിക്കുക. കാരണം അദ്ദേഹം ഇങ്ങനെ പെരുമാറിയാൽ ദൈവദൂതനല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. 40 പേരുടെ സംഘമായിരുന്നു അത്. 20 സ്ത്രീകളും 20 പുരുഷന്മാരും. എല്ലാവരും ഒരേ വേഷത്തിൽ കണ്ടാൽ തിരിച്ചറിയാത്തവരായിരുന്നു. കാരണം ദൈവദൂതന്മാർക്ക് സ്ത്രീ പുരുഷന്മാരെ എന്തു വേഷത്തിൽ കണ്ടാലും തിരിച്ചറിയാമല്ലോ. പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് വഹി മുഖേന വിവരം ലഭിച്ചു. അങ്ങനെ ദൂതൻ സമ്മാനങ്ങളുമായി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുത്തു വന്നപ്പോൾ പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ ധനം കൊണ്ട് എന്നെ സഹായിക്കുകയാണോ? എന്നാൽ അല്ലാഹു എനിക്ക് നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. പക്ഷേ നിങ്ങളുടെ സമ്മാനം കൊണ്ട് നിങ്ങൾ സന്തോഷം കൊള്ളുന്നു. രാജ്ഞിയുടെ പരീക്ഷണം പരാജയപ്പെട്ടതറിഞ്ഞ ദൂതനോട് യുദ്ധസന്നാഹങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും മറന്നില്ല. പ്രവാചകൻ പറഞ്ഞു, നീ നിന്നെ അയച്ചവരുടെ അടുത്തേക്ക് മടങ്ങുക. അവർക്ക് നേരിടാൻ കഴിയാത്ത സൈന്യങ്ങളുമായി അവരുടെ അടുത്തേക്ക് നാം ചെല്ലുക തന്നെ ചെയ്യും. നിസ്സാരമായിക്കൊണ്ട് അവരെ അവിടെ നിന്ന് പുറം തള്ളുന്നതുമാണ് തീർച്ച. സുലൈമാൻ നബി തന്റെ മുന്നറിയിപ്പുമായി ദൂതൻ മടങ്ങിയതിന് ശേഷം രാജ്ഞിയുടെ സിംഹാസനം പെട്ടെന്ന് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 1500 നാഴികയിലധികം ദൂരമുള്ള യമനിൽ നിന്ന് ഫലസ്തീനിലേക്ക് വൻ ഭാരമുള്ള സിംഹാസനം നിമിഷങ്ങൾക്കകം എത്തിക്കുക എന്നുള്ളത് അല്പം പ്രയാസകരമായ കാര്യമാണ്. എന്നാൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളിൽ ജിന്നും മനുഷ്യരും പക്ഷികളുമെല്ലാം ഉണ്ടായിരുന്നല്ലോ. സത്യം ബോധ്യപ്പെട്ട് രാജ്ഞി വരുന്നതിന്റെ മുമ്പ് തന്നെ അവളുടെ സിംഹാസനം തന്റെ മുന്നിൽ എത്തിക്കുകയായിരുന്നു പ്രവാചകന്റെ ലക്ഷ്യം. സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു, പ്രധാനികളെ, അവർ മുസ്ലിങ്ങളായി എന്റെ അടുത്ത് എത്തുന്നതിന്റെ മുമ്പ് അവളുടെ സിംഹാസനം നിങ്ങളിൽ ആരാണ് എനിക്ക് കൊണ്ടുവരിക? അപ്പോൾ ജിന്നുകളിൽപ്പെട്ട ഒരു മല്ലൻ പറഞ്ഞു, രാജസദസ്സിൽ നിന്ന് അങ്ങ് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാനത് അങ്ങയുടെ അടുത്തേക്ക് കൊണ്ടുവരാം. അതിന് തികച്ചും കഴിവുള്ളവനും വിശ്വസ്തനും തന്നെയാണ് ഞാൻ. ഇഫ്രീത്ത് എത്തിക്കലാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ആഗ്രഹം. അതിനാവശ്യപ്പെട്ടപ്പോൾ വേദഗ്രന്ഥത്തിൽ നിന്നുള്ള അറിവുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, അങ്ങയുടെ തുറന്ന കണ്ണ് അടയുന്നതിന്റെ മുമ്പ് അങ്ങയുടെ മുമ്പിൽ ഞാനത് കൊണ്ടുവരാം. ദ്രുതഗതിയിൽ സിംഹാസനം കൊണ്ടുവന്നു. എന്നാൽ സിംഹാസനം കൊണ്ടുവന്ന വേദഗ്രന്ഥ പരിജ്ഞാനമുള്ള ആൾ ആരാണെന്ന് വിവിധ അഭിപ്രായങ്ങളുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സെക്രട്ടറിയും വലിയുമായ ആസിഫ് ഇബ്നു ബർഖിയയായിരുന്നുവെന്നാണ് വിശ്വപ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. തന്റെ അടുത്ത് സിംഹാസനം സ്ഥിതി ചെയ്യുന്നതായി കണ്ടപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതെന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദി കേട് കാണിക്കുമോ എന്ന് അവൻ എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇതവൻ ചെയ്തിരിക്കുന്നത്. സിംഹാസനം മുന്നിലെത്തുകയും രാജ്ഞിയുടെ പുറപ്പാട് മനസ്സിലാക്കുകയും ചെയ്ത പ്രവാചകൻ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് അവളുടെ സിംഹാസനം രൂപവ്യത്യാസം വരുത്തി കാണിക്കുക. അവൾ യാഥാർത്ഥ്യം ഗ്രഹിച്ച് നേർമാർഗം പ്രാപിക്കുമോ അതല്ല സത്യം മനസ്സിലാവാതെ നേർവഴി കണ്ടെത്താനാകാത്തവരിൽ പെട്ടുപോകുമോ എന്ന് നമുക്ക് നോക്കാം. ബിൽക്കീസിനെ സ്വീകരിക്കുമ്പോൾ പളുങ്കു കൊട്ടാരമാണ് സജ്ജീകരിക്കപ്പെട്ടത്.
അടിഭാഗത്ത് വെള്ളം നിറച്ച് അതിൽ മത്സ്യത്തെയും മറ്റു ജലജീവികളെയും നിറച്ചു. വെള്ളത്തിന്റെ തൊട്ടുമുകളിലുള്ള പ്രതലം കണ്ണാടി പലക കൊണ്ട് സംവിധാനിച്ചു. കാഴ്ചയിൽ അതൊരു ജലാശയമാണോ എന്ന് തോന്നിപ്പോകും. കൊട്ടാരത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്നവളോട് പറയപ്പെട്ടു. അങ്ങനെ അതവൾ കണ്ടപ്പോൾ ആയമുള്ളൊരു ജലാശയമാണെന്ന് അവൾ മനസ്സിലാക്കുകയും 2 കണംകാലുകളിൽ നിന്ന് വസ്ത്രം പൊക്കിപ്പിടിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായും ഇത് പളുങ്കുകളാൽ നിർമ്മിക്കപ്പെട്ട മിനുസമുള്ള ഒരു കൊട്ടാരമാണ്. അവൾ പറഞ്ഞു, എന്റെ രക്ഷിതാവേ, ഞാൻ എന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ചു. സുലൈമാൻ നബിയോടൊപ്പം ഞാനിതാ ലോകരക്ഷിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ദൈവിക ദൃഷ്ടാന്തങ്ങൾ ബോധ്യപ്പെട്ട രാജ്ഞി ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുകയാണ്. സുലൈമാൻ നബിയുടെ അനുയായിയായി സാക്ഷ്യം വഹിച്ചു. സൂറത്തുൻ നംലിലെ 25ഓളം സൂക്തങ്ങൾ രാജ്ഞിയുടെ കാര്യത്തിൽ അവതീർണമായിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാം പുൽകിയ രാജ്ഞി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പത്നി ആയെന്ന് തഫ്സീറുകൾ വ്യക്തമാക്കുന്നു. തന്റെ കൊട്ടാരത്തിന് ചുറ്റുമായി സർവ്വ അലങ്കാരങ്ങൾ ഒരുക്കി അവർ കൊണ്ടുവരുന്ന വസ്തുക്കളെക്കാളും മുന്തിയ സ്വർണവും മറ്റുമായിരുന്നു കൊട്ടാരത്തിന് ചുറ്റും പിടിപ്പിച്ചത്. ബിൽക്കീസിന്റെ പ്രതിനിധികൾ സുലൈമാൻ നബിയുടെ സവിധത്തിലെത്തി അമ്പരന്നു. പ്രവാചകനാണെന്നതിൽ ലവലേശം പോലും സംശയം ഉദിച്ചില്ല. വൻ സൽക്കാരങ്ങൾ ഒരുക്കി അവരെ തൃപ്തിപ്പെടുത്തി മടക്കി അയച്ചു. ബിൽക്കീസ് രാജ്ഞിക്ക് പ്രവാചകത്വ വിവരങ്ങൾ ലഭിച്ചയുടൻ പരിവാര സമേതം രാജ്ഞി സുലൈമാൻ നബിയുടെ വസതിയിലേക്ക് പുറപ്പെട്ടു. ആ വാർത്ത പ്രവാചകൻ അറിയുകയും അഹങ്കാരികളായ സബഉകാരെ പാഠം പഠിപ്പിക്കാൻ 7 അറകളിൽ ഒളിപ്പിച്ചു വെച്ച ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ നബിയുടെ സവിധത്തിലെത്തിച്ചിരുന്നു. കഴിവുള്ളവരാരെന്ന ചോദ്യത്തിനുത്തരം പറയാൻ ജിന്ന് വർഗത്തിലൊരാൾ മുന്നോട്ട് വന്നെങ്കിലും അവനേക്കാൾ വേഗത്തിൽ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആസിഫുബ്നു ബർഖിയ എന്ന വലിയന്റെ അഭിപ്രായത്തെ നബി വാഴ്ത്തുകയും അദ്ദേഹം അത് കൊണ്ടുവരികയും ചെയ്തു. ബിൽക്കീസ് രാജ്ഞി സുലൈമാൻ നബിയുടെ സവിധത്തിലെത്തി നബി ഇരിക്കാൻ പറഞ്ഞ വേള ഇരിപ്പിടത്തിലേക്ക് നോക്കുമ്പോൾ തന്റെ രാജസിംഹാസനം അവിടെയുണ്ടായിരുന്നു. സർവസംഭവങ്ങളും സുലൈമാൻ നബി നബിയാണെന്നത് തെളിയിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് താൻ ചെയ്ത പാപത്തിന് പടച്ച റബ്ബിനോട് മാപ്പപേക്ഷിച്ച് ബിൽക്കീസ് രാജ്ഞി സുലൈമാൻ നബിയുടെ